നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ. സമാധാനവും സൗഖ്യവും സന്തോഷവും നൽകി ഓരോ ദിവസവും വേണ്ടതെല്ലാം പകർന്നു തന്ന് ദൈവം ശ്രേഷ്ഠകരമായ വഴികളിലൂടെ നമ്മെ നടത്തുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം ചെയ്ത തിരുവചനത്തിലേക്ക് കടന്നു വരികയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 72 വാക്യം. ഉടനെ കോഴി രണ്ടാമതും കൂകി. കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു. യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു. ഓർക്കേണ്ടത് മറക്കുകയും മറക്കേണ്ടത് ഓർക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദൈവം നമ്മോട് പറഞ്ഞതായ കാര്യങ്ങൾ മറക്കാൻ പാടില്ല. ദൈവം വിവിധ നിലകളിൽ നമ്മോട് ഇടപെടുന്നവരാണ്. അത് വളരെ പ്രാധാന്യമുള്ളതായ കാര്യങ്ങളാണ്. യേശു കർത്താവ് ക്രൂശീകരണത്തിലേക്ക് നീങ്ങുന്നതായ വേളയിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കിൽ ഇടറും, എല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്ന വചനം ശിഷ്യന്മാരെ ഓർപ്പിക്കുവാനിടയായി. എന്നാൽ പത്രോസിൻ്റെ നേതൃത്വത്തിൽ അവർ എല്ലാവരും ഒരുമിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. അതിന് പത്രോസാണ് മുൻപിൽ നിൽക്കുന്നത്. പത്രോസ് യേശുവിനോട് പറയുകയാണ്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഉടനെ അടുത്ത മറുപടി കൊടുക്കുകയാണ്, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. ഇവിടെ ഇന്ന് രാത്രി കോഴി 2 വട്ടം കൂകുന്നതിന് മുൻപേ നീ എന്നെ തള്ളിപ്പറയും എന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ ഈ പത്രോസ് അധികമായി പറഞ്ഞതാണ് പൊല്ലാപ്പായി മാറിയത്. എന്താണ് അധികമായി പറഞ്ഞത്? ഞാൻ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളിപ്പറയില്ല. ഈ ക്രിസ്തീയ ജീവിതം ജയകരമായി കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് ആവശ്യമാണ്. സ്വയത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ജയകരമായി ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. മുന്നറിയിപ്പുകളെ കർത്താവ് നൽകുമ്പോൾ നമ്മുടെ ബലഹീനതകളെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ചൂണ്ടിക്കാണിക്കുന്ന തിരുത്തലുകൾ ആവശ്യമായ ഭാഗങ്ങൾ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ അതിനെ നമ്മുടേതായ ന്യായീകരണ വാക്കുകൾ കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് പത്രോസ് ഇവിടെ ചെയ്തത് എന്താണ്? പത്രോസിൻ്റെ കുഴപ്പം, പത്രോസ് കർത്താവ് അങ്ങനെയുള്ള മുന്നറിയിപ്പ് നൽകിയപ്പോൾ, കർത്താവേ എനിക്കങ്ങനെ ഭവിക്കരുതേ, എനിക്ക് അങ്ങയോടുകൂടെ ചേർന്ന് നിൽക്കാനാ താല്പര്യം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവ് പ്രത്യേകമായ കൃപ അവന് കൊടുക്കുമായിരുന്നു. എന്നാൽ താൻ തൻ്റെ സ്വയത്തിൽ ആശ്രയിച്ച് ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ലെന്ന് മാത്രമല്ല, നിന്നോടുകൂടെ മരിക്കേണ്ടതിന് ഞാൻ തയ്യാറാണ് എന്നുള്ളതായ അർത്ഥത്തിലുള്ള വാക്കുകളാണ് പറയുന്നത്. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ല എന്ന് അധികമായി പറഞ്ഞു. ഈ കർത്താവ് പറഞ്ഞതിൻ്റെ മേളിൽ കയറി എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്, അധികമായി പറയുകയാണ്. ഈ അധികമായി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ കുഴച്ചിലുകളായിട്ട് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വീറും വാശിയൊക്കെ കൊണ്ടായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബൈബിൾ പരിശോധിച്ച് നോക്കിക്കോ, അധികമായിട്ടുള്ളത് എന്തും, അമിത ഭാഷണമായാലും അമിത ഭക്ഷണമായാലും അമിത സംസാരം എന്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താഴ്ചയിലേക്ക് ഉള്ള വഴിയായി മാറുകയാണ്. എന്നാൽ പത്രോസ് പിന്നത്തേതിൽ ഈ യേശു കർത്താവ് വിസ്തരിക്കപ്പെടുന്നതായ വേളയിൽ മഹാപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ വിസ്താരം നടക്കുമ്പോൾ യേശുവിനെ അകലം വിട്ട് പത്രോസ് അനുഗമിക്കുകയാണ്. അനുഗമിച്ച അനന്തരം അവിടെ തീ കായുന്നവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ പറയുകയാണ്, നീയും ആ കൂട്ടത്തിലുള്ളവനാണ്.
പത്രോസ് ആ സമ്മർദ്ദത്തിൻ്റെ മുൻപിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മറന്നിട്ട് ആവർത്തിച്ചിട്ടുള്ളതായ വാക്കുകളുടെ മുൻപിൽ കർത്താവ് പറഞ്ഞ കാര്യം പാടെ വിസ്മരിച്ചു. തൻ്റെ മൈൻഡിൽ നിന്നേ അത് പോയി. പത്രോസ് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. തിരുത്തി പറയാനായിട്ട് ശ്രമിച്ചു. പ്രാകാനും ആണയിടുവാനും തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. നോക്കുക, അധികമായി പറഞ്ഞതായ കാര്യങ്ങൾ ആപത്തായിട്ട് മാറുകയാണ്. ഏറ്റവും ഒടുവിൽ കോഴി കൂകിയതായ വേളയിൽ, ഇന്ന് കോഴി 2 വട്ടം കൂകുന്നതിന് മുൻപേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ദൈവം നമ്മോട് പറഞ്ഞതായ കാര്യങ്ങളാണ്. മനുഷ്യർ നമ്മോട് പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളാണ് സ്വാഭാവികമായും എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കുന്നത്. ചിലർക്ക് ഉറങ്ങാൻ കഴിയാത്തതിൻ്റെ കാരണം തന്നെ എന്താ? അടുത്ത ബന്ധുക്കളായിട്ടുള്ള ചിലരൊക്കെ പറഞ്ഞതായ പദപ്രയോഗങ്ങളാണ്. കല്ല് വെച്ച നുണകളും അമ്പ് കൊണ്ട് കുത്തുന്നത് പോലെ കയ്പുള്ള വാക്കുകൾ കൊണ്ടേറ്റ മുറിവുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുറിവ് കെട്ടപ്പെടാതെ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മൾ മറന്നിട്ട് യേശു നമ്മോട് പറഞ്ഞ വാക്ക് വചനത്തിലൂടെ ഉള്ളത് നമ്മൾ വ്യക്തിപരമായി ഓർക്കണം. ആ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയും. യേശു കർത്താവ് പറഞ്ഞ വാക്കവൻ ഓർത്തു, അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. ദൈവ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം പറഞ്ഞതായ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നതും ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. സർദീസിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ കർത്താവോട് പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത്. അപ്പോൾ അവരോട് പറയുകയാണ്, നീ പണ്ട് എവിടെയായിരുന്നു എന്നും നിൻ്റെ നിലവാരം എന്തായിരുന്നു എന്നും ഇപ്പോൾ നീ എവിടെ ആയിരിക്കുന്നു എന്നും ഓർത്ത് മാനസാന്തരപ്പെടുവാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം അവരെ ഉപയോഗിച്ച വിധങ്ങൾ അവർ ഓർക്കണം. നമ്മൾ അത്തരം കാര്യങ്ങൾ മറന്നു പോകുന്നതാണ് നമ്മുടെ പരാജയമെന്ന് പറയുന്നത്. ഇന്നലകളിൽ ദൈവശബ്ദം കേട്ടത് ഇന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്ന് ആ ദൈവശബ്ദത്തിനൊത്തവണ്ണം ജീവിതം സമർപ്പിക്കാം. മനുഷ്യൻ്റെ ശബ്ദം മറക്കാം, ദൈവശബ്ദം ഓർക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.